നമസ്കാരം. ധ്വനിയുത്തമൻ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗുരുപൂർണിമ ദിനത്തിൽ RSSന്റെ കീഴിലുള്ള വിദ്യാലയത്തിൽ ഗുരുപൂർണിമ ദിനാചരണത്തോടനുബന്ധിച്ച് അവിടുത്തെ അധ്യാപകരുടെ കാൽക്കൽ വിദ്യാർത്ഥികൾ തൊഴുകയോടെ ഇരുന്നു കൊണ്ട് പുഷ്പങ്ങൾ അർപ്പിക്കുന്നു, തീർത്ഥം തെളിക്കുന്നു, അധ്യാപകരുടെ അനുഗ്രഹം വാങ്ങുന്നു, അധ്യാപകർ തിരിച്ച് തൊഴുകയോടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നതും ആ ഒരു കാഴ്ച കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. മനസ്സിനും കണ്ണിനും വളരെയധികം കുളിർമയും തോന്നി. അപ്പോഴാണ് ചില മൂഢന്മാർ ഈ സംഭവത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കാണുന്നത്. അപ്പോഴേക്കും ബാലാവകാശ കമ്മീഷൻ എത്തുന്നു. ഈ ബാലാവകാശ കമ്മീഷനെ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ ED കയറിയപ്പോൾ കണ്ടതാ. പിന്നെ ഇപ്പോഴാണ് കാണുന്നത്. പിന്നെ ദാ വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുന്നു. അങ്ങനെയുള്ള ചില പ്രഹസനങ്ങൾ കാണാൻ തുടങ്ങിയത്. ഉറങ്ങിക്കിടക്കുന്നവനെ എണീപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഉറക്കം നടിക്കുന്ന ആളെ വിളിച്ചെണീപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര ഈസിയല്ല. ഇവന്മാരെ തിരുത്താനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷേ നമുക്ക് ചുറ്റും ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയാത്ത ഒരു സമൂഹമുണ്ട്. അവരോട് എനിക്ക് ചിലത് പറയാനുണ്ട്. സംസ്കൃതത്തിൽ ഗു എന്നാൽ അന്ധകാരം എന്നും രു എന്നാൽ ഇല്ലാതാക്കുന്നവൻ എന്നുമാണ് അർത്ഥമാക്കുന്നത്. അതായത് മനസ്സിന്റെ അന്ധകാരത്തെ നിർമ്മാർജ്ജനം ചെയ്യുന്നവനാരാണോ അവനാണ് ഗുരു. ജീവിതത്തിൽ ഗുരുക്കന്മാരുടെ ആവശ്യകത വളരെ വലുതാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്ക്. അതായിരുന്നു നമ്മുടെ ഭാരതീയ സംസ്കാരം. പണ്ടത്തെ ഗുരുകുല സമ്പ്രദായത്തെക്കുറിച്ചൊക്കെ കേട്ടു കാണുമല്ലോ. ഗുരുപൂർണിമ ആചരിക്കാനുള്ള കാരണം വേദങ്ങളും ഇതിഹാസങ്ങളും രചിച്ച വേദവ്യാസന്റെ ജന്മദിനമായ ആഷാഢമാസത്തിലെ പൗർണമി നാളില് വ്യാസപൂർണിമ ആചരിക്കുന്നു. ഇനി ഞാൻ ഇതിന്റെ ഐതിഹ്യം എന്താണെന്ന് പറയാം. ഞാൻ വിളക്ക് വെക്കുന്ന സമയത്ത് ദൈവദശകം ചൊല്ലുന്നതിന് മുൻപായിട്ട് ഒരു ശ്ലോകം ചൊല്ലാറുണ്ട്. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. സ്കന്ദപുരാണത്തിലെ ഗുരുഗീത എന്ന ഭാഗമാണിത്. മഹാഭാരതത്തിലെ ഭഗവത്ഗീത പോലെ സ്കന്ദപുരാണത്തിലെ ഉമാമഹേശ്വര സംവാദമാണ് ഗുരുഗീത. മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു ചെറിയ കഥ പോലെ പറഞ്ഞോട്ടെ. ഒരിക്കൽ പാർവതി ദേവി മിക്കപ്പോഴും ധ്യാന സ്വഭാവത്തിൽ കാണപ്പെടുന്ന പരമശിവന്റെ അടുത്ത് ചോദിച്ചു, ലോകം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങയെയാണ്, പക്ഷേ അങ്ങ് ഇതാരെയാണ് പ്രാർത്ഥിക്കുന്നത്? അതിൽ പരമശിവൻ നൽകുന്ന മറുപടിയാണ് ഈ ശ്ലോകം. ഞാനും ബ്രഹ്മാവും വിഷ്ണുവും എല്ലാം ഗുരുവാണ്, പക്ഷേ ഞങ്ങൾക്ക് ഒരു ഗുരുവുണ്ട്. അത് സാക്ഷാൽ പരബ്രഹ്മമാണ്. ആ പരബ്രഹ്മത്തെയാണ് ഞങ്ങൾ ധ്യാനിക്കുന്നത്. അങ്ങനെ ഒരു ഗുരുവുണ്ടെങ്കിൽ എങ്ങനെ ആ ഗുരുവിനെ കിട്ടുമെന്നും എങ്ങനെ അദ്ദേഹത്തെ ആരാധിക്കണമെന്നും എന്തെല്ലാം ഗുണങ്ങളുണ്ടെന്നും ചീത്ത കാര്യങ്ങൾ ചെയ്താൽ എന്തെല്ലാം ദോഷങ്ങളുണ്ടെന്നും പാർവതി ദേവിക്ക് പരമശിവൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ശ്ലോകം. അതാണ് ഗുരുഗീത. പിന്നെ ഏതെല്ലാം പേരിൽ ദൈവമെന്ന് വിശേഷിപ്പിക്കുന്നുണ്ടോ അവരെല്ലാം മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഗുരുക്കന്മാരായിരുന്നു. അവരിലൂടെയാണ് നമ്മൾ ദൈവത്തെ അറിഞ്ഞതും അനുഭവിക്കുന്നതും. ജീവിതത്തിൽ മാർഗദർശിയാണ് ഗുരു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതെപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കണം. അതാണ് ഭാരതീയ സംസ്കാരവും. ഈ സംസ്കാരം ചില മൂഢന്മാരാൽ കൈമോശം വന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും അത് അനുവദിച്ചുകൂടാ. നമുക്കത് തിരിച്ചു പിടിക്കുക തന്നെ വേണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? വിദ്യാലയങ്ങളിലും കോളേജുകളിലുമൊക്കെ അധ്യാപകരുടെ കൈവെട്ടുന്നവനെയും പ്രിൻസിപ്പലിന് കുഴിമാടമൊരുക്കുന്നവനെയും കഞ്ചാവടിച്ച് അധ്യാപകരെ പൂട്ടിയിട്ട് തല്ലുന്നവനെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടി വരും. ഒരു മാതാപിതാക്കളും മക്കളെ അങ്ങനെ കാണാനായിട്ട് ആഗ്രഹിക്കില്ല. മാതാ പിതാ ഗുരു ദൈവം എന്ന സംസ്കാരം അറിഞ്ഞു തന്നെ കുഞ്ഞുങ്ങൾ വളരണം. മാതാവിലൂടെ പിതാവിനെ അറിഞ്ഞും ഗുരുവിലൂടെ ദൈവത്തെ അറിഞ്ഞും ദൈവഭയത്താൽ കുഞ്ഞുങ്ങൾ ജീവിക്കണം. ഏതൊരു മതവിശ്വാസിയായാലും നല്ല സംസ്കാരത്തിൽ എത്തിച്ചേരും. അവർ നല്ല രാജ്യസ്നേഹിയും പൗരബോധമുള്ളവനുമായിരിക്കും. ഇനി നിങ്ങൾ പറയൂ, വിദ്യാനികേതൻ സ്കൂളിലെ കുഞ്ഞുങ്ങൾ അവരുടെ ഗുരുക്കന്മാരെ പൂജിച്ചത് തെറ്റാണോ? ആ സ്കൂളിന്റെ സംസ്കാരം അങ്ങനെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രക്ഷിതാക്കൾ അവിടെ കുഞ്ഞുങ്ങളെ അഡ്മിഷൻ എടുക്കുന്നത്. ഇന്നും ആ സ്കൂളിൽ അഡ്മിഷന് ക്യൂ ആണ്. അതോ ഗുരുവിനെയും മാതാപിതാക്കളെയും ബഹുമാനിക്കാതെ കഞ്ചാവൊക്കെ അടിച്ച് തോന്നിയ പോലെ ജീവിക്കുന്ന മക്കളായി വളരണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അത് നിങ്ങൾ തീരുമാനിക്കാം.